ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ വെച്ചിട്ടുള്ള ഇലയടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ അട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ബോയിൽഡ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് പുഴുങ്ങലരി എന്നൊക്കെ പറയുന്ന ഒരു അരി ഉണ്ടല്ലോ, അതാണ്. ഏതെങ്കിലും ഒരു ബോയിൽഡ് റൈസ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു അരി കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു 8 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഈ ഒരു അരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയ ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ. ഇനി എങ്ങാനും നിങ്ങൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം ലൂസായി പോവുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയെടുത്ത് അതിലേക്ക് നിങ്ങൾ അരച്ചെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുത്ത് ഒരല്പസമയം നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അരിയിലുള്ള അധികമായിട്ട് വരുന്ന വെള്ളമൊക്കെ ആ ഒരു തുണി വലിച്ചെടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ അരി മുഴുവനും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരി നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം ചെമ്മീന് നല്ലോണം കട്ട് ചെയ്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനും ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെമ്മീനിന്റെ എല്ലാ ഭാഗവും നല്ലോണം ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ചെമ്മീൻ മുഴുവനും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പൊ ചെമ്മീൻ മുഴുവനും ഞാനിവിടെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനിന്റെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരല്പം കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരവിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പ് തേങ്ങയോളം ഉണ്ടാവും. ഇനി ഈ ഒരു ചിരവിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. അതായത് വലിയ ജീരകം എന്നൊക്കെ പറയുന്ന ജീരകയില്ല, അതാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിയാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരല്പം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവുന്നതാണ്. 2 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു രീതിയിൽ ചെമ്മീൻ കടിക്കാൻ കിട്ടുന്ന വിധത്തിലാണ് ഞാനിവിടെ ചെമ്മീൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി തേങ്ങ ഒന്ന് കുക്കായി വരുന്നത് വരെ ഇത് നമുക്ക് ഈ ഒരു അടുപ്പിൽ വെച്ച് കുക്കാക്കി എടുക്കാം. തേങ്ങ ചേർത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ഒരു മസാല അവിടെ മാറ്റി വെക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ആ അരിയിൽ നിന്നും ഒരല്പം ഇതുപോലെ ചെറിയൊരളവിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വലുപ്പത്തിൽ അരി എടുത്താൽ മതിയാവുന്നതാണ്. ഇനി അതൊന്ന് ബോളാക്കിയ ശേഷം ഒരു ഇലയിലേക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയാൽ അത്രയും നമ്മുടെ അടക്ക് ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇവിടെ നല്ല നൈസാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഈ അടയുടെ ഹാഫ് പോർഷനിൽ മസാല വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മസാല വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം അളവിൽ മാത്രമാണ് മസാല വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഇലയൊന്ന് മടക്കിയ ശേഷം ഇതിന്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു അട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടയൊക്കെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പം മുഴുവൻ അടയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അട പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ആവി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിലെ വെള്ളമൊക്കെ തിളച്ച് ഇതുപോലെ നന്നായിട്ട് ആവി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അടയൊക്കെ ഇതുപോലെ തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള അട മുഴുവനും ഞാനിവിടെ ഈ ഒരു ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓരോരുത്തരുടെയും അടുപ്പിൻ്റെ ഫ്ലെയിമിൻ്റെ ചൂടൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഏകദേശം ഒരു കുക്കിംഗ് ടൈമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇലയൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ അട കുക്കായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം അട മുഴുവനും നമുക്ക് ഈ ആവിപാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇപ്പം ഈ ഒരു അട മുഴുവനും ഞാനിവിടെ ആവിപാത്രത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഇലയട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനിന് പകരമായിട്ട് അയല മീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഫ്രൈ ആക്കിയിട്ടും നമുക്ക് ഈ മസാലയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പം നല്ല ചെമ്മീനിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ അട ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.